ഹായ് ഗൈസ്, വെൽക്കം ടു ക്രേസി ആംഗ്ലേഴ്സ്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ, ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അക്ഷയ്. ഒത്തിരി നാളെ ഇങ്ങനെ ഫിഷിംഗ് ആക്ടിവിറ്റീസൊക്കെ എടുക്കാൻ നടക്കണം. അപ്പോൾ ഫ്രണ്ട്സായാലും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു എന്നാൽ പിന്നെ വീഡിയോ ആക്കി കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനിയുള്ള നമ്മുടെ എല്ലാ ഫിഷിംഗ് യാത്രകളും കാര്യങ്ങളും നമ്മൾ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ക്രേസി ആംഗ്ലേഴ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ KU വ്ളോഗ് എന്നുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള വ്ളോഗിങ് ചാനലിലൂടെ ആയിരിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി മുതൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, കമൻസ് എല്ലാവരും ഇട്ടോട്ടെ. കാരണം ഒത്തിരി ആദ്യമായിട്ട് തുടങ്ങേണ്ടതായ ചെറിയ ചെറിയ പരിമിതികളും അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്ക് നികത്താനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക. പേജായാലും ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻസ് ഒരുപാട് നമുക്ക് പല പല കാര്യങ്ങളിലേക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. സോ സപ്പോർട്ട് ചെയ്യാം. ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മളെ ഒരുമിച്ച് കാണാം. അപ്പോൾ കാസ്റ്റിങ്ങിലേക്ക് പോകാം. സോ ഗൈസ്, ഇതാണ് ഒരു ലൊക്കേഷൻ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കാവുന്തറച്ചിറ. വെള്ളം കൂടിക്കിടക്കാണ്, അടിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സ് പറയണം. എന്നാലും ലെറ്റ്സ് സീ, എപ്പോഴാ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലോ. അപ്പോൾ നോക്കാം. സോ ആസ് യു നോ, ഞാനിന്ന് ഉപയോഗിക്കുന്നത് ടാക്കിൾസ് ബ്രാവോൻ്റെ ബ്ലൂ പില്ലറും അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ ബ്രൂട്ടസ് ഇട്ടാ. ഇതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന. മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ. ആൻഡ് ദെൻ ഇത് റിയൽ വാരിയറിൻ്റെ ആണോ എന്ന് സംശയം കേട്ടോ. അസാമാന റിസൾട്ട് കേട്ടോ. ഞാനിതുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇതെടുത്തിട്ട് 6 7 ബ്രാലിനാണ് പിടിച്ചു. ഇത് നോക്കാം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം ഗൈസ്. ഇവിടെയൊക്കെ മീൻ മറിയാൻ കേട്ടോ. ഫസ്റ്റ് കാസ്റ്റ് നല്ല കൊടുക്കാത്ത ഇതാണ് കേട്ടോ. കാറ്റുണ്ട്. ഒരു ദിവസം മഴ ഉണ്ടായില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള കാറ്റായി, നല്ല കാറ്റായി. വീണ്ടും അവിടെ നിന്ന് തന്നെയാണ് അടിക്കാൻ കൂടുതൽ. ഞാൻ ഈ ബ്രൈഡ് ലൈൻ റീസെൻ്റ്ലി മാറ്റുള്ളൂ. നമ്മുടെ സോട്ട് ഫിഷാണ്. 28 എടുത്തു. ആക്ച്വലി ഞാൻ 25 ആയിരുന്നു പറഞ്ഞിട്ടായിരുന്നു. അത് കാരണം കാസ്റ്റിംഗ് വിചാരിച്ചത്ര ലെങ്ത് അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റണില്ല. കുഴപ്പമില്ല, സ്ഥലങ്ങൾ മാറ്റി മാറ്റി അറിയാം. പ്രത്യേകിച്ച് വേറെ കഥകളൊന്നുമില്ല. അത് അവിടെ നിന്ന് പറഞ്ഞ കാര്യം. അല്ല, മുട്ടം ബ്രാലുണ്ടിട്ടതിൽ ചില സമയത്ത് അടിക്കണ മീനുകളെ കണ്ട നമ്മുടെ ബോധം പോവും. അജ്ജായി സൈസ് മീനുണ്ട്. അജ്ജായി സൈസ് എന്ന് പറഞ്ഞാൽ അജ്ജായി സൈസ് മീനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മീൻ അടിച്ചു കൊടുത്തു കേട്ടോ. ഒടുക്കത്തെ കാറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടി.
എൻ്റെ പൊന്നെ എന്തിട്ട് കാട്ടി. ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലം കിട്ടാം. ഇവിടെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് കുറച്ച് സ്പോട്ടുകളുണ്ട്. നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. വെളിച്ചം പോണതിന് മുമ്പ് എന്തോ പ്രാവശ്യം കാസ്റ്റ് ചെയ്ത് നോക്കാം. ആ കാണുന്ന ചപ്പിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ പായലിൻ്റെ അടിയിലൊക്കെ മീനുണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിച്ച ലെവലിൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ഐ മീൻ ചില സമയത്ത് നമുക്ക് തോന്നും ഇത്ര ആക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ചില സമയത്ത് വൃത്തിയായിട്ടന്മാർ ആക്ഷൻ കൊടുത്താലും പിടിക്കില്ല. ഇതെങ്ങനെയുണ്ട് കൈ സ്ഥലം? വെള്ളം രക്ഷയില്ലാട്ടോ, സൂപ്പറായിട്ട് വെള്ളം. ആ മഴ പെയ്ത് ഇതായാൽ അങ്ങനെ തെളിഞ്ഞു. പക്ഷെ വെള്ളം കൂടി. നിനക്ക് വെള്ളം കൂടിയാൽ തോന്നല്ലേ? അതിന് ഒഴുകണ്ടിടാ ആണ്. പൊടിമീനുകൾ ഇങ്ങനെ സൈഡിൽ കൂടെ ചാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭീകരന്മാരുണ്ടെന്നാണ് അർത്ഥം. ഓ മേ, കണ്ട നീ? കരിമീന അത് പരല് അടിയിൽ മറയണ്ടോ? ഓ ഇത് നോക്കി നീ, എന്തൊക്കെ ക്ലാരിറ്റി. സാധാരണ ചെറിയ വെള്ളം ഇത്ര ക്ലിയർലി ഞാൻ കാണാറില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ. Fish on, fish on, fish on, fish on, fish on. That was unpredictable. പെട്ട ഡേ കേസ്. ചുണ്ട് പൊളിഞ്ഞോണ്ട് നമ്മൾ പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കൊടുക്കുന്നു കേട്ടോ. ഫുള്ള് ഇപ്പോൾ ഇട്ടഞ്ഞാൽ എല്ലാവരും പറയുമല്ലോ, ഇപ്പോൾ ഇട്ടഞ്ഞാൽ മീൻ പ്രശ്നമാവില്ലേ? കുഴപ്പമില്ല കേട്ടോ സൈസ്, എടുക്കാൻ പറഞ്ഞ സൈസ്. പറഞ്ഞല്ലോ ആ ബാക്ക് വാലിന് മടക്കി കാണില്ല. ഓ സോ ഫൈനലി അമ്മച്ചി ഷെയർഡിയിരുന്നു കേട്ടോ. സോ ഹീസ് ബാക്ക്. സെറ്റാണ്. നോക്കും ബാക്കി കാസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ചേറാനടിച്ചെങ്കിൽ ഇവിടെ നന്നാ പയ്യ നല്ല
ഹെവി ഹെവി സൈസ് ചേറാൻ അടിച്ചത്, ഹെവി സൈസ്. അവിടെയാണ് ചേറാന്മാരുടെ സമയോത്തര സംഗമങ്ങൾ. അത് അവിടെ പറയാൻ പറഞ്ഞല്ലോ. പാലാങ്കണ്ണി ഉണ്ട് നിറച്ച് പാല. അമ്മ ഇതേടാ അടിക്കണ അത് എനിക്ക് തോന്നുന്നു പാലാ മരണം തോന്നണത്, അല്ലെങ്കിൽ വലിയവറ്റങ്ങൾ അടി കൂടെ പോയി മറച്ച് അടിക്കണത്. അടിച്ചോക്കാം. സൈസ് ചേരാണ്ട്, സൈസ് ചേരാൻ അതിൻ്റെ അവിടെ വരണല് മീനടിച്ച എന്തിട്ട് മറിയണം അവിടെ. അടിച്ചു നോക്കാം. നല്ല മറച്ചിലോട്ട് കഴിച്ചോടെ. മറച്ചിൽ എന്ന് പറഞ്ഞാൽ പോരാ, സാമാന്യ മറച്ചിൽ. എടുത്തിട്ട് എങ്ങനെ പോവാം? പാലാങ്കണ്ണി ആവും കേട്ടോ. പാല നല്ലോണം മറച്ചിലുണ്ട് ഇവിടെ. ഐ തിങ്ക് ഇറ്റ്സ് പാലാൻ. ഉമ്മി പാല എങ്ങനെ പറയും ഗൈസ്? കണ്ടോ അവിടെ പാല? അവിടെ ഒരു മകൻ മറഞ്ഞു. ലാസ്റ്റ് ടൈം വരുമ്പോഴൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ അടിക്കുള്ള കോള് കാണുന്നുണ്ട്. ദൈവമേ, അയ്യോ പണി കൈസ്. ഉറുമ്പും കൂട്ടാണ് കൈസ് വന്നത്. ഇവിടുന്ന് ഒരു അടി കിട്ടിയപ്പോൾ തമാശയോ. ഓ മൈ ഗോഡ് പണി എൻ്റെ പൊന്നെ. എൻ്റെ അവിടെ ഫ്രോഗും പിടിച്ചു. രണ്ടാം തുറക്കി പോകണ്ടേ? പ്ലീസ് കൂട്ടുകാരെ വരൂ. നല്ല സുഖം. കുട്ടി ഉറുമ്പുണ്ടോ? പൊന്നു കൈസ്, ഉറുമ്പിൻ്റെ കളിയാണ്. നമ്മളെന്ത് ചെയ്തു എന്ന് ആലോചിച്ചു ചില സമയത്ത്. അപ്പോൾ അപ്പുറത്തേക്ക് എടുത്തിടാൻ പറ്റും നോക്കട്ടെ. അതിൽ കൂടെ പോണ വള്ളിയൊക്കെ പിടിക്കണ്ടല്ലോ കൂട്ടുകാരൻ.